നമസ്കാരം. ഞാൻ ശശികല ശശികുമാർ. കലാരവത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ മാസ ആശംസകൾ. മുൻപെല്ലാം വീടുകളിൽ രാമായണ മാസം തുടങ്ങുന്നതിന് മുൻപ് കർക്കിടക സംക്രാന്തി എന്ന് പറയും. മിഥുനമാസത്തു നിന്ന് കർക്കിടക മാസത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിന് മുൻപായിട്ട് നമ്മൾ വീടുകളെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി എല്ലാ ഭാഗവും മാറാല തട്ടി എല്ലാം വൃത്തിയാക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് കർക്കിടക സംക്രാന്തിക്ക് എല്ലാവരും ആചരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ശ്രീ ഭഗവതിക്ക് വെക്കുക എന്ന് പറയും. അത് ദശപുഷ്പം, അതുപോലെ തുളസി, മുക്കുറ്റി എല്ലാം വെക്കും. ദശപുഷ്പത്തിലെല്ലാം പെടുമല്ലോ. അപ്പോൾ ദശപുഷ്പം ചൂടുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ദശപുഷ്പം എന്ന് പറഞ്ഞാൽ ഒക്കെ ഔഷധമുള്ളതാണ്. അതെല്ലാം നമ്മുടെ രാമായണ മാസം എന്ന് പറഞ്ഞ ഭഗവാന്റെ രാമായണ കഥ വായിക്കലും കൂടി അതിൽ പെടുന്നുണ്ടെങ്കിലും കൂടാതെ നടക്കുന്ന കാര്യമാണ് ദശപുഷ്പങ്ങൾ. അതേപോലെ ശ്രീ ഭഗവതിക്ക് വെക്കുക. ഇതെല്ലാം വീട്ടിൽ ആ സമയത്ത് എല്ലാവരും ആചരിക്കുന്ന ഒരു കാര്യമാണ്. ആ ദശപുഷ്പത്തിൻ്റെ ചെറിയൊരു കവിതയാണ് ഞാനിന്നിവിടെ ആലപിക്കുന്നത്. തോഴിമാരെ നാം ഓരോ വീനാഴികയും പാഴാക്കാതെ ദശപുഷ്പമാഹാത്മ്യത്തെ അറിഞ്ഞിടേണം. ആദ്യ പുഷ്പം കറുകയ്ക്ക് ആദിത്യനാം ദേവനല്ലോ. രണ്ടാമതായി കൃഷ്ണക്രാന്തി കൊണ്ടൽ വർണ്ണനം. പിന്നെയല്ലോ തിരുതാളി ദേവതയാം മഹാലക്ഷ്മി. നാലാമതായി നാൻമുഖന്റെ കുരുന്നീലയും പൂവാം കുരുന്നീലയും. കയ്യുണ്ണിയാമഞ്ചാമതും കൈലാസേശൻ ദേവദത്തൻ. ആറാമതായി ശ്രീ പാർവതി ചൂടും മുക്കുറ്റി. നീലപ്പനായ ഏഴാമതും ഉർവിയാതിൻ ദേവതയായി. അഷ്ടമനാമൊഴിഞ്ഞയ്ക്കും ഇഷ്ടമേശ്വരൻ. അഷ്ടമനാമൊഴിഞ്ഞയ്ക്കും ഇഷ്ടമേശ്വരൻ. അൻപേഴുന്ന യമരാജൻ ഒമ്പതാകും ചെറുള. അംഗജനം ദശമന മുയൽ ചെവിയൻ. ചൊല്ലേഴുമീ ദശപുഷ്പം അല്ലലെല്ലാം അകറ്റുവാൻ. മല്ലാക്ഷിമാരെ നമുക്കു ചൂടിടാമല്ലോ. മല്ലാക്ഷിമാരെ നമുക്കു ചൂടിടാമല്ലോ. കർക്കിടക സംക്രാന്തി ശ്രീബോധി വെക്കുന്ന ചടങ്ങ്. ജ്യേഷ്ഠയെ പുറത്താക്കി ശ്രീ പാർവതിയെ കുടിയിരുത്തുന്നുവെന്ന് വിശ്വാസം. മുക്കുറ്റിക്കുറി നെറ്റിയിൽ ചാർത്തി പ്രപഞ്ചമൊട്ടാകെ നാമജപത്തിൽ ലയിക്കുന്ന ഔഷധ കഞ്ഞിയുടെ രുചിയും ഗന്ധവും തുളുമ്പുന്ന ഓരോ വീടുകളിലും രാമായണ ശീലുകൾ മാത്രം മുഴങ്ങുന്ന പ്രഭാതങ്ങളും ത്രിസന്ധ്യയും. മനസ്സിനെ ഭക്തി പകർന്ന് ഇനിയുള്ള 30 നാളുകൾ രാമനാമ മുഖരിതം. രാമ 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 രാമ.